ഇപ്പോൾ നെന്മാനിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് PS ബൈജു നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീ ബൈജു, ഇപ്പോൾ തൃശ്ശൂരിലെ മണലിപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയം ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് നിറമാണ് ഈ പുഴയ്ക്ക്. എന്താണ് സംഭവം എന്നറിയാമോ അങ്ങേക്ക്? നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BRT പരിസരമുണ്ട്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് BRT പരിസരമുണ്ട്. അവിടെ നിന്നാണ് ഈ തോട് തുടങ്ങുന്നത്. ഏകദേശം 3.5 കിലോമീറ്റർ തുടങ്ങിയിട്ടാണ് ഈ മണലിപ്പുഴയിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായി രണ്ട് വാദഗതികൾ വരാറുണ്ട്. രണ്ട് വാദഗതികൾ എന്ന് പറഞ്ഞാൽ, അവിടെ വിജനമായ സ്ഥലത്ത് അനധികൃതമായി നിരവധി തവണ ഈ കക്കൂസ് മാലിന്യം തട്ടുന്ന ഒരു പ്രവർത്തനം കാലങ്ങളായി നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് കുറവ് വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നാഷണൽ ഹൈവേ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഞ്ചായത്ത് മാത്രം വിചാരിച്ച നെന്മാനിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഈ മാലിന്യം തട്ടുന്ന ഭാഗം തട്ടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിനെ കൂടി സഹായത്തോടെ കമ്പിവേലി സ്ഥാപിച്ച് നമ്മുടെ ഭാഗം സുരക്ഷിതാക്കി. അതുകൊണ്ട് കാര്യമില്ല. ഇത് കക്കൂസ് മാലിന്യമാണെന്ന് അങ്ങേക്കപ്പോൾ അറിയാം? അല്ലല്ല, കക്കൂസ് മാലിന്യം തട്ടുന്നുണ്ട്. അതിപ്പോ നമ്മുടെ ഭാഗം കറക്റ്റ് ആക്കി, പക്ഷെ അപ്പുറത്ത് തട്ടിയാലും ഇത് വരാം. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഈ മഴ പെയ്ത് ആദ്യഘട്ടത്തിൽ പുല്ല് ചീഞ്ഞ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർക്ക്ഷോപ്പുകളുടെയൊക്കെ ഓയിലും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ വരാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കുറെ പരിശോധനകൾ നടത്തി. ഇപ്പൊ ടോളിന് തന്നെ 2 തവണ ടോൾ പ്ലാസ പരിശോധിക്കുകയും അടച്ചിടുകയും 25,000 രൂപ ഫൈൻ കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ തൊട്ട ഒരു മാസത്തിനുള്ളിൽ. അപ്പൊ അതിന്റെ പരിശോധനകൾ തുടരാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പോലീസും ഹെൽത്തും പഞ്ചായത്തും ഉൾപ്പെടെ 10-ാം തീയതി ഒരു യോഗം കൂടി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനയ്ക്കും മറ്റുമായി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്ന് പരിശോധനയും കൂടി വെച്ചിട്ടുണ്ട്. കഴിയാവുന്നത്ര ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ട്. TS ബൈജു, ഞങ്ങളുടെ റിപ്പോർട്ടർ ജെയ്സൺ ചാമുവളപ്പിലും ഒപ്പം തന്നെ ഇത് ഞങ്ങളെ അറിയിച്ചിട്ടുള്ള വ്യക്തി ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോൾ അതിരൂക്ഷമായ ഗന്ധമാണ് അവർക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയുന്നു. മാത്രമല്ല, ഇത് വളരെ പതയും നുരയും ആ വെള്ളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്തേക്ക് ജലസേചന പദ്ധതിക്ക് ഉൾപ്പെടെ വെള്ളം എത്തിക്കുന്ന സ്ഥലമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ അടിയന്തര ഇടപെടൽ വേണ്ട ഒരു കാര്യമല്ലേ അത്? മറ്റേതെങ്കിലും ആളുകൾ അതിൽ നടപടി എടുക്കട്ടെ എന്നുള്ളതല്ല, ജനങ്ങളുടെ ജീവനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഇത് നമ്മുടെ ഇപ്പൊ തുടങ്ങിയതല്ല, മുൻപ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനം ചെയ്തത്. അത് തുടരുകയാണ്. നാഷണൽ ഹൈവേയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിന് കഴിയില്ല. ജില്ലാ ഭരണകൂടത്തിനും സ്റ്റേറ്റ് സർക്കാരിനും ഉൾപ്പെടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ യോജിച്ച പ്രവർത്തനത്തിനാണ് ഇത് കഴിയുക. അവരെ ശ്രദ്ധയും കൂടി പെടുത്തിയിട്ടുണ്ട്. അവരെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കൊല്ലങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗ്രാമപഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ നിൽക്കുന്ന പ്രവൃത്തിയല്ല, പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ ഇടപെടുന്നുണ്ട്. എല്ലാ ജനങ്ങളുടെയും കൂടി സഹകരണം വേണം. നമുക്കൊരു പരാതി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട അതിനെങ്ങനെ പ്രതിരോധിക്കുക, ആ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ഹൈവേ പോലും അവരുടെ NOC വാങ്ങിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനം നമ്മൾ സംഘടിപ്പിച്ചത്. ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് ആവശ്യമായ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി കൂടുതൽ കരുത്തോടെ തുടരും. പക്ഷെ എത്ര കരുത്തോടെ തുടരുമെന്ന് പറയുമ്പോഴും ഈ പുഴയുടെ കാഴ്ച ഇത് തന്നെയാണ്. താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് പഞ്ചായത്തിന് ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള വാദഗതി ഉയർത്തുകയാണ്. നിങ്ങൾ പറയൂ, എന്താ ചെയ്യാ? അല്ല, ഈ പഞ്ചായത്തിന് ഇത്രയേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത് നിരന്തരമായി ഇതിപ്പോ ഇന്നലെ ഇന്നോ കണ്ട പ്രതിഭാസമല്ല. ഓരോ ഘട്ടത്തിലും വരുമ്പോൾ നമ്മൾ ഇടപെടാണ്. എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് ഇടപെടാണ്. അത് നമുക്കിപ്പോ രാത്രി എത്ര കണ്ട് നമുക്കിത് പൂർണ്ണ ടൈം 24 മണിക്കൂറും നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പരിമിതി ഉണ്ട്. അപ്പോൾ താങ്കളൊരു ജനപ്രതിനിധിയാണ്, ഒരു പഞ്ചായത്തിന് മുഴുവൻ നയിക്കുന്ന ആളാണ്. താങ്കൾക്ക് ജനകീയ പ്രതിരോധം ഒരുക്കാൻ സാധിക്കില്ലേ? ജനകീയ പ്രതിരോധം പല ഘട്ടത്തിലും ഒരുക്കിയിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും. പല ഘട്ടങ്ങളിലും ജനകീയ പ്രതിരോധം ഒരുക്കുക മാത്രമല്ല, വാഹനം പിടിച്ച് പോലീസിന് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നടപടി പോലീസിന്റെ ഭാഗത്ത് നമ്മൾ പിടിച്ചു കൊടുക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ചാർജ് ചെയ്ത് ഈ വണ്ടി പിടിക്കലും അത് കോടതിയിലേക്ക് വിടുകയും ചെയ്യുന്നത്. ഇതിലിപ്പോൾ അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ശ്രീ TS ബൈജു അവർ പറയുന്നത് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അവരെ തൊടാൻ ആളുകൾക്ക് ഭയമാണ്. ആരാണ് ഇതിന് പിന്നിൽ എന്ന് പഞ്ചായത്തിന് മനസ്സിലായിട്ടുണ്ടോ? വലിയ പഞ്ചായത്തിന് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ഇവിടത്തേക്കാൾ കൂടുതൽ ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്ന വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നിങ്ങളൊരു പരിശോധന നടത്തൂ. നാഷണൽ ഹൈവേ കേന്ദ്രീകരിച്ച് ഇവിടെ മുതൽ ആമ്പല്ലൂർ മുതൽ നമ്മുടെ മണ്ണുത്തി വരെ
എല്ലാ സ്ഥലത്തും ഇതാണ്. നമ്മുടെ പഞ്ചായത്ത് അല്ല, പക്ഷെ ഇവിടെ തട്ടിയാലും അവിടെ തട്ടിയാലും ഒക്കെ നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ ബാധിക്കുന്നു. ഓക്കെ, ശ്രീ ടി എസ് ബൈജു ആണ് ദയവായി